എന്റെ ഭാഗത്താണ് വളിട്ട ആള്. ഓക്കെ, ആളല്ലേ ഞാൻ രക്ഷിക്കേണ്ടത്, വളിട്ട ആളല്ലേ രക്ഷിക്കേണ്ടത്. ആണോ അതൊക്കെ ഇങ്ങനെ പറയാം. ഹലോ മെമ്പേഴ്സ്, അപ്പോൾ ജി ടി സൂക്ഷ്മ മറ്റേ വീഡിയോകൾക്കല്ലേ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. കാര്യങ്ങളൊന്നും പറയണ്ട, എൻ്റെ സിസ്റ്റം ഭയങ്കര ശോകത്തിലാണ്. അപ്പം വല്ലപ്പോഴേക്ക് വീഡിയോ വരല്ലോ, വല്ലപ്പോഴേക്ക് ലൈവും വരല്ലോ. പിന്നെ വാക്കും ഇതൊന്നും തരുന്നുണ്ട്, വാക്കെന്ന പ്രശ്നവും. പിന്നെ ഇപ്പോൾ ചെറിയതുണ്ടോ അതിനൊക്കെ ഉണ്ട്. യെസ്, അപ്പം ഇന്ന് പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ വക്കീലാവുമ്പോൾ ഗിൽറ്റി എ സോക്സ്, അതാണ് ആ ഗെയിമിൻ്റെ പേര്. അപ്പം നമ്മൾ ഇന്ന് വക്കീലും കുറച്ച് മാരാർ കളികളൊക്കെ കളിക്കണ്ടേ. അപ്പം അറിയില്ല എന്താവത്, പക്ഷെ നോക്കി കാണാം. കേസൊക്കെ വെറൈറ്റി കേസുകളാണ്. അപ്പോൾ ഇത് ബിഷനോട് കണ്ട പോലെ തന്നെ വക്കീലുകളുണ്ട്, പ്രോസിക്യൂട്ടർ ഉണ്ട്, എതിർവാദി കക്ഷികളുണ്ട്, അങ്ങനെ കുറേ വിറ്റ്നസ്സുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു കിടിലൻ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. അപ്പം ഇത് വേറെ കേസ്, വേറെ വിവരങ്ങൾ, വേറെ സാക്ഷികൾ, വേറെ 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 വാദങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയ്ക്ക് നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്ന് വക്കീൽ, ഐ മീൻ ജഡ്ജായിട്ട് സി ജി ആണ് ഇരിക്കുന്നത്. എന്താണ് സി ജിയുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. യുവർ ഓണർ, ഞാനൊരു കേസ് സാറേ വായിക്കാനൊന്നുമില്ല, വളിട്ടു. ഏതാണ് എന്റെ കക്ഷിയുടെ പേര്? സമ്മതിക്കല്ല സാറേ, പറയണേ. എന്റെ കക്ഷിയുടെ പേരിലുള്ള കേസ് അതാണ് സാറേ. അല്ല സാറേ, അവിടുന്ന് വാദം വരണേ സാറേ, അവിടെ അല്ലേ സാറേ. ഇത് എന്ത് ജഡ്ജ്? എന്റെ കക്ഷി ഒരു ആസ്മ പേഷ്യന്റ് ആണ്. ഓക്കെ, അതിനാൽ തുടർന്നാണ്, അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ ഒരു കേസ്, ഇതൊക്കെ ഒരു കേസ് ആക്കണോ എന്ന് പലരും ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ആദ്യമേ കോടതിയുടെ മുമ്പിൽ ഞാൻ നേരെ മാറ്ററിലേക്ക് വരികയാണ്. കോടതിയുടെ വിലപ്പെട്ട സമയത്തിനെയും ഞാൻ മാനിക്കുകയാണ് ഇവിടെ. ഓക്കെ, AC കമ്പാർട്ട്മെന്റ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്റെ കക്ഷിയും അവിടെ ഡിഫൻസ് ഭാഗത്ത് നിൽക്കുന്ന ആ കക്ഷിയും ഒരു ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റിലാണ് സഞ്ചരിച്ചിരുന്നത്. ആ കക്ഷിയുടെ തൊട്ട് പിന്നിലെ സീറ്റിലാണ് എന്റെ കക്ഷി ഇരുന്നിരുന്നത്. ആ കക്ഷിയിട്ട വളി കാരണം എൻ്റെ കമ്പാർട്ട്മെന്റ് മൊത്തം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് മാത്രമല്ല, എന്റെ കക്ഷി ആസ്മ പേഷ്യന്റ് കൂടെ ആയതുകൊണ്ട് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പുള്ളിക്കുണ്ടായി. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു, അദ്ദേഹത്തിന്റെ യാത്ര മുടങ്ങുകയും ചെയ്തു. ഇതാണ് സർ ഞങ്ങളുടെ കംപ്ലൈന്റ്. മിസ്റ്റർ പ്രോസിക്യൂട്ടർ, ഏത് ട്രെയിനിലായിരുന്നു ഉണ്ടായിരുന്നത്? വന്ദേ ഭാരത്. വന്ദേ ഭാരത്. ഓക്കെ, യെസ്. ഓക്കെ, ഡിഫൻസ്, യു മേ പ്രൊസീഡ്. ബഹുമാനപ്പെട്ട കോടതിക്ക് നമസ്കാരം. അങ്ങുന്നേ യുവർ ഓണർ. അല്ല സാറേ, നമ്മള് ഒരു ഗുഡ് മോർണിംഗ് വേണ്ട സാറേ. എന്താണ് സാറേ അതന്നെ സാറേ. സാറേ, അപ്പൊ നമ്മുടെ കക്ഷി, നമ്മുടെ വാലിബൻ, പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പിന്നെ ട്രെയിൻ, അത് നമ്മൾ ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ ദൂരമൊക്കെ പോകാറൊക്കെ ഉണ്ട്. പിന്നെ ഇനി എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇത്രയുള്ളൂ സാറേ, ഈ ആസ്മ പേഷ്യൻ്റ് എന്തിനാ ഈ AC കോച്ച് കയറുന്നത്? അതെന്റെ ഫസ്റ്റ് പോയിന്റ്. ആസ്മ കൂടുതലുള്ളൂ, സാറിന് അറിയണല്ലേ, സാറിന് വലിയ വെള്ളമല്ലേ. ഡിഫൻസ് ലോയർ ആസ്മ പേഷ്യൻസിനെ ACയിൽ കയറരുത് ആസ്മ കൂടുതൽ സാറേ, അത് ഇതല്ലേ മെഡിക്കൽ മറ്റേ മിറാക്കിൾ സാറേ. സാറേ ഒബ്ജക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ പറയട്ടത്. സാറേ, അന്നേ ദിവസം, അതായത് ഈ വന്ദേ ഭാരതിൽ പോയി എന്ന് പറയുന്ന ദിവസം എൻ്റെ കക്ഷി വണ്ടിയിൽ 5 മീറ്റർ പോയെന്നുള്ള, അതായത് 5 മീറ്റർ വണ്ടി ടയർ പഞ്ചറായി വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത്. ഓക്കെ, അതിൻ്റെ തെളിവാണിത്, ബില്ല്. ആ ആളെങ്ങനെ സാറേ ട്രെയിനിൽ വരുന്നത്? പ്രോസിക്യൂട്ടർ പ്ലീസ് പ്രൊസീഡ്. യുവർ ഓണർ, പച്ചക്കള്ളമാണ് അവർ പറയുന്നത്. അതെങ്ങനെ അവൾ കാറ് തന്നെ വന്നാ? യുവർ ഓണർ, ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ആദ്യം പറഞ്ഞ വാദം എന്താന്ന് വെച്ചാൽ ആസ്മ പേഷ്യന്റ് ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയം വന്നതിൽ ഒരു കുഴപ്പമില്ല. അത് ചോദ്യത്തിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. അതായത് എൻ്റെ കക്ഷിക്ക് വളരെ അത്യാവശ്യമായിട്ട് ലൊക്കേഷനിൽ എത്തേണ്ടതിനാൽ
ഞാൻ നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ, എൻ്റെ ക്ലയന്റിന്റെ മകനെ ഏൽപ്പിച്ചെങ്കിലും മകൻ അത് മറന്നു. സോ കിട്ടിയൊരു ടിക്കറ്റിന് പോകേണ്ടതായിട്ട് വന്നു. അത് AC കമ്പാർട്ട്മെന്റ്, AC ആ ഒരു ട്രെയിനിന് മാത്രമേ എൻ്റെ ക്ലയന്റിന് ടിക്കറ്റ് കിട്ടിയുള്ളൂ. ആസ്മ ഉണ്ടെങ്കിലും ആസ്മ പേഷ്യൻസ് എല്ലാവരും മരുന്നെടുക്കാറുണ്ടാവുന്ന ഡിഫൻസ് ലോയറിന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. യുവർ ഓണർ, അതുപോലെ നേരത്തെ പറഞ്ഞ അവരുടെ ടയർ പഞ്ചറായി വണ്ടിയിൽ പോയി എന്ന് പറയുന്നത് ഫേക്ക് ആണ്. കാരണം എന്റെ കക്ഷി ആളുടെ തൊട്ട് പിന്നിലെ സീറ്റിലാണ്. ഞാനൊരു ലെറ്റ് മീ സബ്മിറ്റ് ആൻ എവിഡൻസ് യുവർ ഓണർ. യൂറി ഒന്ന് സൈഡിലേക്ക് ഇരിക്കോ. പ്രതിഭാഗം പറയുന്ന പ്രതി എന്ന് പറയുന്ന വ്യക്തി സാധാരണ പബ്ലിക്, യുവർ ഓണർ അറിയാലോ, പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. ഇനി അഥവാ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് നോക്കും, ആരെങ്കിലും ശ്രദ്ധിക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ വിടുക. വള്ളിയിടുമ്പോ നമ്മള് നോക്കില്ല യുവർ ഓണർ. കോർട്ടിന്റെ ഒരു പ്രോട്ടോകോൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതായത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓക്കെ, പുള്ളിക്കാരൻ ഒരു പുള്ളി ഇയർഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു, ബഡ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരെണ്ണം ഊരി ആരും ശ്രദ്ധിക്കുന്നുണ്ടോ, സൗണ്ട് അധികമാവോ ഇല്ലയോ എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം വളിയുടെ ടൈമിംഗ്, ലെങ്ത്, സ്മെല്ല് എല്ലാം നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ആ വളിയിടുന്നതിലിടക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നത് വീഴുകയും ആ മറ്റേ സിംഗിൾ ഇയർബഡ് നമുക്ക് കൂടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നു. സിംഗിൾ ഇയർബഡ് ഓക്കെ. ഇത് ട്രെയിനിൽ വേറെ ആരും ഉണ്ടായില്ലേ? നിങ്ങളുടെ നമുക്കിവിടെ വിറ്റ്നസ് ഉണ്ട്. അത് മാത്രമല്ല അത് എന്റെ കക്ഷിയുടെ മുന്നത്തെ സീറ്റിൽ ഇരുന്നിരുന്നു. ഒബ്വിയസ്ലി എന്റെ കക്ഷിയുടെ വിറ്റ്നസ് ആണ്, അതുകൊണ്ടുള്ള പരാതി എന്നത്. അത് ഊരി പോകുന്നതും താഴെ എന്റെ കക്ഷിയുടെ കാലിലേക്കാണ്. എന്റെ സാർ എന്തുട്ട് സാന്റാക്ലോസിനാ വിറ്റ്നസ് ആയി വന്നുള്ളത്? എന്തപ്പോ ക്രിസ്മസിനാ വന്ന് ട്രെയിനില് ബോഡി ഷേമിംഗ് എക്സ്ട്രാ കേസ്. യുവർ ഓണർ, ഹലോ യുവർ ഓണർ, ഗുഡ് മോർണിംഗ് യുവർ ഓണർ. എന്റെ പേര് ശംഭു. യുവർ ഓണർ, ഞാൻ ഈ ട്രെയിനിൽ ഉണ്ടായ വേറൊരു യാത്രികനായിരുന്നു. ഇതൊക്കെ as per your records it states that your name is Santa Claus. yes, ശംഭു സാന്റാ ക്ലോസ്. Okay, അതെ, yes. താങ്കൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര വിഷപ്പ്, ഒരു ചായ പറയാവോ? പോയിട്ടോ. വിറ്റ്നസ് യു മേ പ്രൊസീഡ്. യെസ് യുവർ ഓണർ. യുവർ ഓണർ, അന്ന് ഞാൻ കേട്ടു, ഞാൻ മണത്തു ആ വളി. സോ വളി ഇട്ട കാര്യം സത്യമായി. അതെങ്ങനെ കേൾക്കുന്നേ? വളി വളിയിട്ട് പരിചയമില്ലെന്ന് തോന്നുന്നു. മിസ്റ്റർ പ്രോസിക്യൂട്ടർ പ്ലീസ്. സോ ഞാൻ കേട്ടു, ഞാൻ മണത്തു, അത് സത്യമാണ്. വളിയിട്ട കാര്യം സത്യമാണ്. പക്ഷേ യുവർ ഓണർ, ആരോ എന്റെ ബാക്കിൽ എന്തോ ഒറിഞ്ഞേ. സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, വാവട്ട വാക്കും വയറൊട്ട വളിയും രണ്ടു തിരിച്ചിരിക്കാൻ പറ്റില്ല. ഇതിന്റെ അടുത്ത് അവനും സമ്മതിച്ചു യുവർ ഓണർ, അവനും സമ്മതിച്ചു യുവർ ഓണർ. ഞാൻ പറയട്ടെ, എനിക്ക് ബാക്കിയുള്ളത് പറയണം. യുവർ ഓണർ, എനക്ക് ഞാൻ ഇത് ഈ വളീന്റെ കാര്യമൊക്കെ സംഭവം എല്ലാം കറക്റ്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഡിഫൻസിന്റെ ഭാഗം കുറച്ച് മോശമാണ്. പക്ഷെ പ്രോസിക്യൂട്ടർ ക്ലീൻ ആയിട്ടല്ല ഇവിടെ വന്നിട്ടുള്ളത്. യുവർ ഓണർ, അങ്ങനെയല്ല. കുറച്ച് സംഭവം മാറ്റി വെച്ചിട്ടാണ് നിങ്ങളോട്. യുവർ ഓണർ, നിങ്ങൾ പറ്റിക്കാൻ നോക്കുമായിരുന്നു. യുവർ ഓണർ, ഞാൻ കണ്ടതാണ് യുവർ ഓണർ. അങ്ങേരെ ക്ലയന്റ് വേറൊരാളുമായിട്ടാണ് വന്നത്. തിരക്ക് കാരണം അങ്ങേരെ ക്ലയന്റിന്റെ കൂടെ ഉണ്ടായ ആള് ഫ്രണ്ടിന് നമുക്ക് വിളിക്കാം. ആ ഫ്രണ്ടിന് ആ കമ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ പറ്റിയില്ല. യുവർ ഓണർ, ഡിഫൻസിന്റെ ആള് വടിയിട്ടപ്പോൾ ഈ നമ്മളെ പ്രോസിക്യൂട്ടറിന്റെ ക്ലയന്റ് മണത്ത് എണീച്ച് അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് പോയി ഇരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ വിറ്റ്നസ് ആണ്. ഞാൻ വിറ്റ്നസ് ചെയ്തത് പറയുകയാണ്. യുവർ ഓണർ, പറയാൻ വിടണം പ്ലീസ് യുവർ ഓണർ. ഓക്കേ, വിട്ടിരിക്കുന്നു. യു മേ ഗോ ബാക്ക് ടു സീ. അപ്പുറം പോയത് മറക്കണ്ടാട്ടോ. യു മേ കണ്ടിന്യൂ മിസ്റ്റർ ആന്റണി. സാറേ, അതായത് ഇപ്പൊ ഞാൻ നമ്മുടെ വിറ്റ്നസ് പറഞ്ഞു ഞാൻ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കുളിച്ചിട്ടുണ്ട്, തെളിവ് ഞാൻ അവിടെ പറഞ്ഞു. ഞാൻ വൃത്തിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. വിറ്റ്നസ് പറയാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയരുത്. പറഞ്ഞു സാറേ.
ഞാൻ തെളിവുകളുണ്ട്. നിങ്ങൾ പറഞ്ഞത് ക്ലീൻ ആയിരുന്നില്ല എന്നാ. ആ ഓക്കെ, അന്നാ പോട്ടെ നമ്മുടെ മെയിൻ കാര്യം വരാം, വളിക്കാര്യം വരാം. ഓക്കെ സാറേ, എനിക്ക് ഫസ്റ്റ് ഇതാക്കുള്ളത് സ്വീപ്പർ. ഓക്കെ സാറേ ഇവര് പറഞ്ഞത് എന്തുണ്ടോ, ഞാൻ ട്രെയിനിൽ പോയിട്ടുണ്ട്. അല്ല എന്റെ കക്ഷി, ഓക്കെ എന്റെ കക്ഷി ട്രെയിനിൽ പോയി എന്നാണ് പറയുന്നത്. ട്രെയിനിൽ പോയി തന്നെ ഇരിക്കട്ടെ, എന്റെ കക്ഷി ബാത്റൂമിൽ പോയത് ആ പുള്ളി കണ്ടതാ. ബാത്റൂം പോയാൽ ഈ തെളിവ് വെച്ച സ്വീപ്പർ വേറെ അത് വേറെ കേസ്. കാർ കേടായി എന്ന് പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ പറഞ്ഞു ഞാൻ ട്രെയിനിൽ വന്നു. ഞാൻ പറഞ്ഞേ, ആദ്യം ഞാൻ കാറിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വന്ദേ ഭാരത് പല സ്റ്റേഷനിൽ നിർത്തൂലോ, അവിടെ നിന്ന് ഞാൻ പറയട്ടെ. ആദ്യം നിങ്ങൾ പറഞ്ഞത് കാറിലാണ് പോയത്, അതിന്റെ 5 അതെ. കിലോമീറ്ററിന്റെ ഫ്ലാറ്റ് ടയർ നിങ്ങൾ 5 മീറ്റർ സാറേ, 5 മീറ്റർ 5 മീറ്ററിന്റെ ഫ്ലാറ്റ് ടയർ സബ്മിറ്റ് ചെയ്തു. ഇപ്പൊ പറയുന്നു ട്രെയിനിലെ ബാത്റൂമിൽ പോയിട്ടുണ്ട്. അല്ല സാറേ, നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ഒറ്റയടിക്ക് വരാൻ കുമ്പിടിയോ? അല്ല സാറേ, അത് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് ടയർ പഞ്ചറായാലോ, അത് കഴിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പൊ ട്രെയിനിൽ കയറി അടുത്ത സ്റ്റേഷനിൽ നിന്ന്. അതാണ് ഞാൻ പറഞ്ഞു തന്നെ സാറേ. അപ്പൊ നമ്മള് ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സാറേ ട്രെയിനിനെ എത്തിപ്പിടിക്കാനായിട്ട് ഓൾറെഡി ലേറ്റ് ആയി ട്രെയിനിനെ എത്തിപ്പിടിക്കാനായിട്ട് കാറിൽ റോക്കറ്റ് ഉണ്ടായിരുന്നു. ഇല്ല സാറേ, നമ്മള് വണ്ടി പഞ്ചറായി നിർത്തിയ സ്റ്റേഷനില്ല സാറേ. അപ്പൊ നമ്മള് നേരെ അവിടെ നിന്ന് കയറിയതാ. അപ്പൊ സാറേ നമുക്ക് നമ്മൾ അതായത് നമുക്ക് കുറച്ചുകൂടി ദൂരം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വണ്ടിയുടെ ടയർ നമ്മൾ മറ്റേ ടേപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡക്ക് ടേപ്പ് വെച്ചിട്ട് ഓടിച്ചിട്ട് നമ്മൾ പോയതായിരുന്നു. അതിനൊക്കെ തെളിവൊക്കെ ഉണ്ട് സാർ അവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ ട്രെയിനിൽ സ്വീപ്പർ, അപ്പൊ ഞാൻ ബാത്റൂം പോണ സ്വീപ്പർ കണ്ടതാണ്. ബാത്റൂം പോയോളെങ്കിൽ സാറേ ഒരു പാടിയിടാ. സാർ ഒന്ന് പറ. സാർ എനിക്കൊരു സംശയം. ഇപ്പൊ ലോയർ ആണോ, ലോയറുടെ പ്രതിയാണോ, ഐ മീൻ ഈ കൂടെ നിൽക്കുന്ന ആളാണോ? എന്റെ സാറ് എന്തിട്ട് പറഞ്ഞേ, എന്റെ കുറ്റവാളി എന്ന് പറഞ്ഞ ആള് വാദിക്കണ ഞാനാ. ആള് എന്തൊരു ഞാൻ ബാത്റൂം പോകണ്ട മണത്ത സാറേ കൊട് സാറേ. മിസ്റ്റർ ആറ്റോണി, താങ്കൾ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ ബാത്റൂമിൽ പോയി. അല്ല സാറേ, ഞാനല്ല, എന്റെ ക്ലയന്റ് സാറേ. എന്റെ അക്ഷരസ്ഫുടതയിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നു, സോറി സാർ. ഓക്കെ സാറേ, അപ്പൊ ഈ തെളിവുകളൊക്കെ സാർ ഓക്കെ അല്ലേ സാറേ? സാറേ പ്രോസിക്യൂട്ടർ സാർ, തുടക്കം തൊട്ട് ഇവര് പറയുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. വ്യക്തതയില്ലെന്നോ? വ്യക്തതയില്ല. അവര് തന്നെ ഫ്ലാറ്റ് ടയറിന്റെ കാര്യം യൂറോണർ തന്നെ ചോദിച്ചല്ലോ, ഞാൻ ചോദിക്കേണ്ട കാര്യമല്ലോ. ഫ്ലാറ്റ് ടയറിന്റെ കാര്യം പറഞ്ഞു, പിന്നെ അത് മാറ്റി പറയാ, മിനിറ്റിന് മാറ്റി പറയാ. ഇല്ല സാർ, ഫ്ലാറ്റ് ടയർ, ഡക്ക് ടേപ്പ്, പിന്നെ സ്റ്റേഷൻ, അതൊക്കെ കണക്റ്റഡ് ആണ് സാർ. സ്റ്റോറി സ്റ്റോറിയാ. നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? സമയം തരാം. അടി കൊടുക്കൂ. അതെ, വിറ്റ്നസ് അധികം സംസാരിക്കണ്ട. കൊടു വിറ്റ്നസ് വിളിക്കുമ്പോൾ മാത്രം സംസാരിക്കും. Yes, Your Honor. You look very beautiful today. Wow. വേണ്ട. Thank you for the soap. പതക്കല്ലേ? ഓൾറെഡി ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പ്രതിയുടെ വെളിയിട്ട, അതായത് പ്രതി തന്നെയാണല്ലോ. പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ കേസ് തീരുന്നവരെ അയാൾ പ്രതിയാണ് അല്ലേ? അറ്റോർണി, യു മേ കണ്ടിന്യൂ. സാറേ, നമ്മൾ അടുത്തായി നിർത്തുമ്പോൾ നമ്മുടെ വേറൊരു തെളിവാണ്. Plane ticket. ഒരു ഫോർജറും ഇല്ല. തെളിവുകൾ പോലെ വിളിക്കണ കണ്ടില്ലേ സാറേ? ഞാൻ പറഞ്ഞേക്കാം. അതായത് നമ്മൾ ട്രെയിനിൽ നമ്മൾ കുറെ ദൂരം പോയിട്ടില്ല. നമ്മൾ ബാത്റൂം പോയി കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഹെഡ്സെറ്റ് വെച്ച് ആളെ ഹെഡ്സെറ്റ് ഊരിക്കളയാനും അതുപോലെ വളിയിട്ട് ആളെ മൂക്കിൽ കയറ്റാനും അതിന് ഞാൻ നിന്നിട്ടില്ല. ഇത് എങ്ങോട്ടാണ് ഈ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് സാറേ? കുളു മണാലി ടു കസോൾ. ഓക്കെ, അപ്പൊ ഏത് എയർപോർട്ടിലാണ് സാറേ? ജമ്മുവിന്റെയും കസോളിന്റെ നടുക്കിലുള്ള ഷോങ്ഹായ് എയർപോർട്ടിൽ സാർ. അത് നേപ്പാൾ ബോർഡറിൽ വരണ ആ എയർപോർട്ടിലേക്ക് നിങ്ങൾ ട്രെയിനിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത് അല്ലേ? അതെ സാറേ, നമ്മളെ മറ്റേ ട്രെയിൻ ഇങ്ങനെ കണക്ട് ചെയ്യും സാറേ. അവിടെ ഇങ്ങനെ കടന്നൂരുള്ള സാറേ, ഊരുള്ളൊന്നുമില്ല. എന്തുരുള്ളില് ഞാൻ ഉരുളില്ല, സത്യം പറഞ്ഞു. സോറി സാറേ, ഞാൻ പറഞ്ഞു സത്യം സാറേ. ആ റൂട്ടിൽ നമുക്ക് വന്ദേ ഭാരത് ഇല്ല. സാറേ ഉണ്ട് സാറേ, ഉണ്ട്. ടിക്കറ്റ് ഞാൻ കാണിച്ചു സാർ. വെയിറ്റ് ചെയ്യ്, തെളിവ് നിൽക്കട്ടെ സാറേ. എൻ്റെ ആ ചുറ്റിക്കൊന്നിരിക്കും ഇവിടെ. സാറേ കണ്ടാ സാറേ, ടിക്കറ്റ് മേടിച്ചതിന്റെ സാലറി കട്ടായത് ഞാൻ കാണിച്ചത്. എൻ്റെ ബില്ലിന് സാർ ഇത്
സാലറി പിടിച്ചത്. സാർ ഇറ്റ്സ് ജസ്റ്റ് സാലറി ബിൽ. സാലറി ബില്ല, അതിന്റെ അടി നോക്ക്, ശ്വാസം കിട്ടില്ല ബില്ല് വലിച്ചിട്ട്. സാറേ അതിന്ന് വലിച്ചു കൊണ്ടുപോയി നേരെ. സാർ പ്ലെയിൻ ടിക്കറ്റ് എടുത്തു സാലറി കട്ടായിട്ട്. കുടിഞ്ഞു പോലെ ഞാൻ സാറേ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും ഞാൻ. സാറേ ഞാൻ എന്ത് ഇല്ലീഗല്? ഇല്ലീഗലൊന്നുമില്ല, ആൾ സ്പോട്ട് പോയാണ് സാറേ. കോടതിയുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ അനാവശ്യ വളിക്കേസിൽ കളഞ്ഞതിനും കുറ്റം സമ്മതിക്കാതെ കോടതിയുടെ സമയം ദീർഘിപ്പിച്ചതിനും എന്റെ കക്ഷി നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചതിനും വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അയാൾ. ഓർഡർ എല്ലാവരും മിണ്ടാതിരിക്കുക. ഇവിടെ ഈ ഒരു കേസിൽ നമ്മളുടെ പ്രതിഭാഗം കുറ്റക്കാരനാണെന്ന്. എന്ത് കുറ്റക്കാരൻ? പ്ലീസ് ബി ക്വയറ്റ്. പ്ലീസ് ബി ക്വയറ്റ്. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ പ്രതിയായ വാലിബനെ 14 ദിവസത്തേക്ക് റിമാൻഡിലേക്കും കോടതി ചട്ടങ്ങൾ ലംഘിച്ച് കാണിച്ച് എന്റെ വിറ്റ്നസിനെ ഒന്നും വിളിക്കില്ല. പോലീസ്മാനാണ് സാർ എന്റെ വിറ്റ്നസ്. സാർ ഒരു മിനിറ്റ്. ഓക്കേ വിറ്റ്നസ് പ്ലീസ്. ഹലോ യുവർ ഓണർ. ഹലോ. യെസ് പറയൂ യുവർ ഓണർ. അന്നത്തെ ട്രെയിനിൽ ഞാനായിരുന്നു സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാം കണ്ടതായിരുന്നു. എന്ത് യുവർ ഓണർ? അങ്ങേര് ബാത്റൂമിൽ പോയിരുന്നു. അത് സത്യമാണ്. അങ്ങേര് ബാത്റൂമിൽ പോയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പുറത്തു വന്നത്. കാരണം ഞാൻ ഒരു സെക്യൂരിറ്റി ആയതിനാൽ ഡോറിന്റെ ഭാഗത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. അതെ, അത്രേ ഉള്ളൂ. ഇത് എനിക്ക് നല്ല വൃത്തി കാണാൻ പറ്റി. അതെ അതെ, ഷിറ്റിന്റെ താഴ്ച മനസ്സിലാക്കാനും ആഴം മനസ്സിലാക്കാനും. യുവർ ഓണർ, ഞാൻ ഡോറിന്റെ അടുത്ത് നിൽക്കുന്നതിനാൽ തന്നെ ഇയാൾ ബാത്റൂം യൂസ് ചെയ്തതിനു ശേഷം ഉള്ളിൽ പോയി. ഞാൻ ഇത് കണ്ടതാണ് പറയുന്നത്. കാരണം AC കമ്പാർട്ട്മെന്റിൽ ഡോർ ഉണ്ടാവില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ പ്രൊസീഡ് ആണല്ലോ ചെയ്യുന്നത്. പറയൂ. സോ ഡോർ ഇല്ലോണ്ട് എനിക്ക് കേൾക്കാൻ പറ്റൂലോ. പക്ഷെ ഞാൻ ചില്ലിലൂടെ നോക്കിയപ്പോൾ ഞാൻ കണ്ടിരുന്നു 2-3 ആൾക്കാരൊന്ന് മൂക്ക് പൊത്തുന്നത് യുവർ ഓണർ. പക്ഷെ ഞാൻ പറയട്ടെ യുവർ ഓണർ, ഞാൻ കണ്ടിരുന്നു മൂക്ക് പൊത്തുന്നത്. പക്ഷേ പ്രോസിക്യൂട്ടറിന്റെ ക്ലയന്റ് അവിടുന്ന് എണീച്ച് വേറെ കമ്പാർട്ട്മെന്റിൽ പോകുന്നതും ഞാൻ കണ്ടു. കാരണം ഞാൻ ഡോറിന്റെ അടുത്താണല്ലോ. അതെന്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞില്ല? ഞാൻ തടയേണ്ട ആവശ്യമില്ല. കാരണം പ്രോസിക്യൂട്ടറിന്റെ ആള് ക്ലയന്റ് അത് നേരത്തെ വിറ്റ്നസ് ആക്ച്വലി പറയുന്നുണ്ടായിരുന്നു. ആ ക്ലയന്റ് വന്നത് വേറൊരു ഫ്രണ്ട് ആയിരുന്നു. സോ അവര് ഫ്രണ്ട് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അത് മറ്റേ വിറ്റ്നസ് പറയുന്നുണ്ടായിരുന്നു. സോ പ്രോസിക്യൂട്ടറിന്റെ ക്ലയന്റ് മൂക്ക് പൊത്തി മറ്റേ കമ്പാർട്ട്മെന്റിലേക്ക് പോയി. എനിക്ക് തോന്നുന്നത് അവിടെ പോയത് ഫ്രണ്ടിന്റെ അടുത്താവാം. സോ ഈ ആസ്മ വന്നു, ശ്വാസം മുട്ടി എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഇത് ഞാൻ കണ്ടതാണ് പറയുന്നത് യുവർ ഓണർ. അത്ര എനിക്ക് പറയാനുള്ളൂ. യുവർ ഓണർ, പ്രോസിക്യൂട്ടർ ആക്ച്വലി പ്രോസിക്യൂട്ടറിന്റെ ക്ലയന്റ് ഫ്രണ്ട് ആയിട്ടാണ് ട്രെയിനിൽ വന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ. അതെന്തുകൊണ്ടാണ് മറിച്ച് വെച്ചത് യുവർ ഓണർ ചോദിച്ചാൽ നല്ലതായിരുന്നു. എനിക്ക് അത്ര പറയാനുള്ളൂ. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം വന്ന അത്ഭുതമില്ല. ആയിട്ടാണ് കൂടെ വന്നത്, മറച്ചു വെച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതായത് ആക്ച്വലി സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അപ്പോഴത്തെ കമ്പാർട്ട്മെന്റിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിനല്ല ഇതിവിടെ ബാധിക്കപ്പെട്ടത്, എന്റെ ക്ലയന്റിനാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. ഫ്രണ്ട് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഉള്ളതുകൊണ്ട് മൂക്ക് പൊത്തി ഇദ്ദേഹം പോയത്. ഇനി അവിടെ നിന്ന് ഒരു പക്ഷെ അദ്ദേഹം മരണപ്പെട്ടേക്കാം എന്നുള്ള സിറ്റുവേഷനില്ല. ബഹുമാനപ്പെട്ട വിറ്റ്നസിനെ ഞാൻ മാനിക്കുന്നു. അദ്ദേഹം കണ്ട ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം കണ്ട ദൃശ്യത്തിന് അദ്ദേഹത്തിന്റെ ദൃശ്യശകലം ഞാൻ മാനിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കണ്ടതാണ് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോകണമെന്നുള്ളത്. അതേസമയം യുവർ ഓണർ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ട വന്നു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്റെ ക്ലയന്റിൽ നിന്ന്. അത് അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം കണ്ടത് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോയത് വരെ മാത്രമാണ് യുവർ ഓണർ. അത് സത്യമാണ് യുവർ ഓണർ. സാറേ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ വിറ്റ്നസ് ആയി വന്ന ഒരു പോലീസ്മാനാണ് സാർ. അപ്പോൾ ഈ ഒരു പോലീസ്മാന് ഒരു കുറ്റം തെറ്റും പറയേണ്ട ആവശ്യമില്ല സാർ. അതായത് നമ്മുടെ ഗവൺമെന്റ് സർവേ ചെയ്യുന്ന ഒരാളാണ്. ആ പുള്ളി നമ്മളെ പറ്റി ഒരു കുറ്റം പറയേണ്ട ആവശ്യമില്ല സാർ.
സാറേ അപ്പം നമുക്ക് മൊത്തമായിട്ട് നമുക്കൊരു നമ്മൾ പറഞ്ഞ തെളിവുകൾ നമ്മൾ വെച്ച തെളിവുകൾ അല്ലാതെ കള്ളമാണെന്ന് പറഞ്ഞു വരുത്താനായിട്ട് ഒരു കെട്ടിച്ചമച്ചൊരു കഥയാണ് സാർ ഇത്. ഫ്രണ്ട് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി മെഡിക്കൽ റിപ്പോർട്ട് അന്നാ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കാൻ പറ അതില്ല യുവർ ഓണർ. ബുക്ക് ചെയ്ത് കാര്യമൊന്നുമില്ല, ഉള്ളതേ വരുള്ളൂ. യുവർ ഓണർ പറ പോരട്ടെ. അവർക്ക് വില കൊടുക്കുന്നതാണ് ഇവിടെ കള്ളക്കേസ്. ലോയർ ശ്രമിക്കുന്നത് വന്ന വിറ്റ്നസിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ്. ഞാൻ എന്താണ് പറഞ്ഞത്, വന്ന വിറ്റ്നസ് പറഞ്ഞത് അദ്ദേഹം കണ്ടതത്രയേ ഉള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെ അപ്പുറത്തേക്ക് നടന്ന അദ്ദേഹം കണ്ടിട്ടില്ല. അല്ലാതെ അദ്ദേഹം കെട്ടിച്ചമച്ചു, കള്ളങ്ങൾ പറഞ്ഞു എന്നിവിടെ ഞാനും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് പോലീസ് ഓഫീസറാണ്, അയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട. അല്ലല്ല കള്ളം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ മിസ്റ്റർ അറ്റോർണി താങ്കൾക്ക് എന്താണ് ഇതിൽ പറയുന്നത്? എപ്പോഴും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിച്ചില്ല സാർ. അതാണ് അതിൻ്റെ ഉള്ളിൽ വലിയൊരു പ്രൂഫ്. വയ്യാണ്ടായി, അതായത് നമ്മള് വിട്ട കീശ്വാസം ശ്വസിച്ച് വയ്യാണ്ടായി തല കറങ്ങി ബോധരഹിതനായി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്. മെഡിക്കൽ സപ്പോർട്ട് തേടിയെന്ന്. അങ്ങനത്തെ ഒരു ബില്ല് എനിക്ക് കാണിക്കാൻ പറ. ബില്ലില്ല. മിസ്റ്റർ പ്രോസിക്യൂട്ടർ പ്ലീസ് പ്രൊസീഡ്. ഒന്നുമില്ല കാണിക്കാൻ. ബുക്ക് എടുത്ത് വെച്ച് പൊക്കോ. ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ സമയം തരണം, കാരണം അവരുടെ പ്രിന്റിംഗ് മെഷീനിൽ എന്തോ ഇഷ്യൂ. സാറേ പ്രിന്റിംഗ് മെഷീനിൽ ഒന്നും കാര്യമില്ല. കോടതിക്ക് നേരിട്ട് അവരുമായിട്ട് സംസാരിക്കാവുന്നതാണ്. അവരോട് ചോദിക്കാവുന്നതാണ്. ഹോസ്പിറ്റൽ അതോറിറ്റീസ് അതിന് ആൻസർ തരുന്നതാണ്. ഇത് ജസ്റ്റ് ഞാൻ ഒരു വിറ്റ്നസ് ആണല്ലോ, ഞാൻ ഇപ്പം കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നത്. സോ ഇവിടെ ഒരു വിറ്റ്നസ് ചെയ്തത് ഞാൻ യുവർ ഓണർ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ വലിയൊരാളാണല്ലോ, നിങ്ങളോട് പറയണല്ലോ ഇത്. താങ്ക് യു യുവർ ഓണർ. ഈ പ്രോസിക്യൂട്ടർ ഇടയ്ക്കിടെ വളിക്കേസ് സമയം കളയല്ല പറയുന്ന ഒരാള് പ്രിപ്പയർഡ് ചെയ്തിട്ടായിരിക്കും വന്നത്. പിന്നെ എന്തിനാണ് യുവർ ഓണർ ഒരാഴ്ച വേണമെന്ന് പറയുന്നത്? അത്രയല്ലോ, ഞാൻ പോയി ഇരുന്നോട്ടെ. പ്ലീസ്. Yes, please. പറയൂ സാർ. Okay, so jury, please, any suggestions? അമ്മേ, താങ്ക് യു. തലയിൽ അടിച്ചിട്ടാണ് മിസ്റ്റർ ചോദിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഇവർ ഇത്രയൊക്കെ വാദിച്ചെങ്കിലും എൻ്റെ സംശയം, ഈ ഡിഫൻസ് അറ്റോർണി ഇത്രയും നേരം കഴിഞ്ഞിട്ട് വിറ്റ്നസിന്റെ കാര്യം അവസാന നിമിഷം മാത്രമാണ് വിറ്റ്നസിന്റെ കാര്യം പറഞ്ഞത്. എന്നാലും ഒരു പോലീസുകാരൻ കള്ളം പറയൂ യുവർ ഓണർ? ഒരിക്കലുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പോലീസുകാരന്റെ വിറ്റ്നസ്, കാരണം അതും പുള്ളി ഇവിടെ വന്ന് മറ്റേ ഇത്രയും ഇതായിട്ടുള്ള ഒരു ഓഫീസർ വന്ന് പക്ഷെ ഒറ്റ ചോദ്യം പോലീസാണ് ഇരിക്കുള്ളത്. ഈ സ്മെല്ല് ഇവർ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോയി ബാത്റൂമിൽ പോയി എന്നൊക്കെ പറഞ്ഞെങ്കിലും സെക്യൂരിറ്റിക്കാരന്റെ സ്മെല്ല് വന്നില്ലേ? ഇല്ല കാരണം എന്നോട് ആയതുകൊണ്ട് തന്നെ അവിടെ ആ കോച്ചുകളിലെ എല്ലാവർക്കും സ്മെല്ല് വന്നിട്ടുണ്ടാവണം. കംപ്ലൈന്റ് പറഞ്ഞില്ലല്ലോ. ഇല്ല സാർ, ഓൾറെഡി വിറ്റ്നസ് നേരത്തെ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജൂറിയും ജഡ്ജിയും കേൾക്കാൻ വേണ്ടി വിറ്റ്നസ് നേരത്തെ പറഞ്ഞത് ഡോറ് ഓപ്പൺ ആവും. AC കമ്പാർട്ട്മെന്റ്സിൽ ഒരു ഡോർ ഉണ്ട്, നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ബിറ്റ്വീൻ ദ കമ്പാർട്ട്മെന്റ്സ്, റൈറ്റ്? ആ ഡോറ് അടച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ആ ഡോറിന്റെ പുറത്തായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. സത്യം. ഇദ്ദേഹം പറയും ചെയ്തു, അതുകൊണ്ട് കണ്ടു മുഖം പൊത്തി വരുന്നത് എന്നുള്ളത്. സത്യം. ഫുൾ ടൈം ഇങ്ങനെ എയറിൽ ഇങ്ങനെ സ്മെല്ല് നിൽക്കില്ലല്ലോ സാർ. അത് പ്രതിവാദ കക്ഷികൾ മെഡിക്കൽ ബില്ല് പോലും കാണിച്ചിട്ടില്ല. പിന്നെ ഇതെന്താണ് പറയുന്നത്? മെഡിക്കൽ ബില്ല് ഒരാഴ്ചക്ക് കാണിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൊടുക്കാം. അതെ, ഒരു മിനിറ്റ് സാറേ. സാറേ എനിക്കൊന്ന് വാദിക്കണ്ട, എത്ര നേരം അവിടെ കൊടുക്കണത്? I have my decisions with me. കോടതി പോലീസ് പറഞ്ഞ നോക്കിയിട്ടില്ല, അവിടെ നിന്ന് ബില്ല് കിട്ടിയിട്ടില്ല, മെഡിക്കൽ ബില്ല് കിട്ടിയില്ല. ഓക്കെ, ഡിഫൻസ് ലോയറിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അവരുടെ കുറച്ച് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തോന്നുമെങ്കിലും നമ്മളുടെ പ്രതിയുടെ മുഖം കാണുമ്പോഴും ഒരു സോഷ്യൽ എത്തിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സോ ആൻഡ് പ്രോസിക്യൂട്ടറിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ സബ്മിറ്റ് ചെയ്ത എവിഡൻസിനൊന്നും തക്കതായ ഒരു ബാക്ക് ബോണോ സ്ട്രെങ്തോ ഇല്ലാത്തതിനാൽ അതാണ് ഞാൻ പറഞ്ഞത്. ആരും എഴുതി തരില്ല. ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് വരെ ആ സ്കെച്ച് ബുക്കിൽ ഒരു ബില്ല് പോലെ വരയ്ക്കാൻ പ്രോസിക്യൂട്ടർ സബ്മിറ്റ് ചെയ്ത എവിഡൻസസ് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു.
Your Honor, ആ അതിനാൽ ഹോട്ടലുകാരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ ഞാൻ request ചെയ്യുന്നു ഇവിടെ. ഹോട്ടലുകാരെ വിളിച്ച് ചോദ്യം ചെയ്യാനായിട്ട് ഉള്ളതല്ല കോടതിയുടെ വിലപ്പെട്ട സമയം. അതിനാൽ പ്രതിഭാഗം Your Honor, നിരപരാധിയാണെന്ന് നിരുപാധികം ഞാൻ ഇവിടെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഹൈക്കോടതി ഉണ്ടല്ലോ. അതാണ് യുവർ ഓണർ. Not guilty. ഹൈക്കോടതി ഉണ്ട്. ഞാൻ അവിടെ പൊക്കോളാം. കേസ് ജയിച്ച്. അതെ 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 ശരി ജഡ്ജെ സ്വാധീനിച്ചു. അതെ 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 ശരിക്കും വളിയിട്ടിനോ? എനിക്ക് അതാ അറിയേണ്ടത്. അതൊരു കേസ് എവിടെ വലിയ എത്തിയെന്ന്. ചോദ്യാന്ന്. ലാസ്റ്റ് തേച്ചൊട്ടിച്ച് നോക്കിയില്ലേ